പ്രതിസന്ധി ഘട്ടത്തിലൂടെ തോണി തുഴയുകയാണ് ഇന്ന് ആലപ്പുഴയിലും പത്തനംതിട്ടയിലും ഉള്ള ജനങ്ങൾ. പത്തനംതിട്ടയിൽ മഴ അല്പം ശമിച്ചുവെങ്കിലും വെള്ളക്കെട്ടിൽ മുങ്ങി നിൽക്കുകയാണ് വീടുകളും ജനവും ജീവനുമെല്ലാം. 31-ാം തീയതി രാത്രി മുതലാണ്, 31 എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മുതലാണ് മഴ ഇരമ്പിയെത്തിയത്. 1-ാം തീയതി പുലർച്ചെ ആദ്യം വെള്ളം കയറിയത് റാന്നി ടൗണിലാണ്. നമ്മളത് കണ്ടതാണ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ റാന്നി വലിയ പാലം മുതൽ നഗരം വരെ വെള്ളത്തിൽ അകപ്പെട്ടു പോവുകയായിരുന്നു. വടശ്ശേരിക്കരയിൽ മാത്രം അന്നേ ദിവസം പെയ്ത് 261 മില്ലിമീറ്റർ മഴയാണ്. നിലവിൽ റാന്നിയിൽ ജലമിറങ്ങിയിട്ടുണ്ട്. ആറന്മുളയിലെ പല മേഖലകളും പക്ഷേ പ്രതിസന്ധി കയത്തിലൂടെ തുടരുകയാണ്. നിലവിൽ തിരുവല്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലാണ് ഈ രാത്രിയിൽ വലിയ പ്രതിസന്ധി രൂപപ്പെട്ട് ഇപ്പോഴും അത് തുടരുന്നത്. തിരുവല്ലയുടെ പടിഞ്ഞാറ്റ് എന്ന് പറയുമ്പോൾ അപ്പർ കുട്ടനാടൻ മേഖല ഉൾപ്പെടെയാണ്. കുട്ടനാടിന് മുകളിൽ അല്പം ഉയരം കൂടിയ പ്രദേശം, എന്നാൽ താഴ്വാരം പോലത്തെ മേഖലയാണ്. ജലം ആകെ ഒഴുകി പരക്കുന്ന പ്രദേശമാണ്. അവിടെയും ആ പ്രതിസന്ധി തുടരുകയാണ്. നിരണം, നെടുമ്പം, പെരിങ്ങര, കുറ്റൂർ, മേപ്രാൽ, കല്ലിങ്ങൽ തുടങ്ങി തിരുവല്ലയുടെ പടിഞ്ഞാറൻ മേഖലകളും ഒപ്പം അപ്പർ കുട്ടനാടൻ മേഖലകളുമെല്ലാം വെള്ളക്കെട്ടിൽ പ്രതിസന്ധിയിലൂടെ തന്നെ തുടരുകയാണ്. ഈ രാത്രിയിലും 150ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവമാണ്. അല്പം മുമ്പ് പത്തനംതിട്ട വന്ന അപ്ഡേഷൻ അനുസരിച്ച് പത്തനംതിട്ട ജില്ലയിൽ മാത്രം 157 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 10,000-ന് മുകളിൽ ആളുകളെ ഈ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ കണക്ക് അല്പം മുമ്പ് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ അത് 7,000-ന് തൊട്ടുമുകളിൽ മാത്രമായിരുന്നു. അപ്പോൾ കൂടുതൽ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തി എന്നാണ് ഈ മണിക്കൂറിൽ സ്ഥിരീകരിക്കുന്ന ഔദ്യോഗികമായ വിവരം. അതിനൊപ്പം തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചന പ്രകാരം 6-7 തീയതികളിൽ പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. മുന്നൊരുക്കങ്ങൾ തീരുന്നില്ല എന്നതാണ് ഈ കാലാവസ്ഥാ പ്രവചനത്തിന്റെ ഉൾപ്പെടെ അർത്ഥം. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് നിലച്ചു എന്ന് പറയാറായിട്ടില്ല. 4 ദിവസമായി കുട്ടനാടിൻ്റെ എല്ലാ മേഖലകളിലും വെള്ളപ്പൊക്കത്തിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നിട്ടിപ്പോൾ അരിയും സാധനങ്ങളൊക്കെ ഓരോ ഇതിലോട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അരി, സാധനം, പച്ചക്കറികൾ എല്ലാം ക്യാമ്പുകളിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഈ വെള്ളക്കെട്ടിൽ നിൽക്കുമ്പോഴാണ്, അവിടെ ജീവിക്കുമ്പോഴാണ് പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളം വലുതാണ്, എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന ആശങ്കയൊക്കെ കൂടുതൽ ചൂടുപിടിക്കുക. ഈ മഴക്കാലത്തും ജലമൊഴിയാത്ത പല മേഖലകളിലും കൂടുതൽ പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകുന്നത് മറ്റ് വഴികളില്ലാതെയാണ്. എപ്പോൾ തിരികെ എത്താനാകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം മഴക്കെടുതിയിൽ ധനസഹായമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. വഴികളും പ്രതിപക്ഷ ആക്ഷേപവും ഒക്കെ ചൂടുപിടിക്കുന്നതിനിടയിലാണ് വീടുകളിൽ വെള്ളം കയറിയവർക്ക് തിരികെ എത്തുമ്പോൾ 10,000 രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ ധനസഹായമായി ഉയർത്തിയിട്ടുണ്ട് എന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സാങ്കേതികവും ഭരണപരവുമായ തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്നും ഉദ്യോഗസ്ഥർക്ക് തീരുമാനം ഉചിതമായി എടുക്കാം. അക്കാര്യങ്ങളിലൊക്കെ ഭരണപരമായി പിന്നീട് അംഗീകാരം നൽകുമെന്നും മുഖ്യമന്ത്രി പറയുകയാണ്. മരണപ്പെട്ടവർക്ക് 8 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ SDRF-ൽ നിന്നും, 2 ലക്ഷം രൂപ CMDRF-ൽ നിന്നും, 2 ലക്ഷം രൂപ PMNRF-ൽ നിന്നും ഉൾപ്പെടെ 8 ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുക്കും. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും ക്യാമ്പിലെ രജിസ്ട്രേഷൻ അനുസരിച്ചിട്ടല്ല കൊടുക്കുന്നത്. ക്യാമ്പിൽ വരാത്തവർക്കും വീട്ടിൽ വെള്ളം കയറിയവർക്ക് കൊടുക്കും. ക്യാമ്പിൽ വന്നു എന്നതിൻ്റെ പേരിൽ വീട്ടിൽ വെള്ളം കയറിയിട്ടിലേക്ക് കൊടുക്കില്ല. അപ്പോൾ വീട്ടിൽ വെള്ളം കയറിയ എല്ലാവരുടെയും വില്ലേജ് ഓഫീസറുടെ ഉദ്യോഗസ്ഥന്മാരുടെയും റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും 10,000 രൂപ അവർക്ക് കൊടുക്കും. പിന്നെ മരിച്ചവരുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. മുഴുവൻ ഡാമേജായ വീടുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടു. അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീടിനുമാണ്. 10 ലക്ഷം, അത് 12 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പത്തനംതിട്ട മാത്രമല്ല ആലപ്പുഴയാകെയും പ്രത്യേകിച്ച് കുട്ടനാടും പത്തനംതിട്ടയെ കണക്ട് ചെയ്യുന്ന അപ്പർ കുട്ടനാടും ഒക്കെ വെള്ളക്കെട്ടിലാണ് ഇപ്പോഴും തുടരുന്നത്. പമ്പയും അച്ചൻകോവിലാറും കരകവിഞ്ഞൊഴുകിയതോടെ തലപടി, മുട്ടാർ, രാമങ്കരി, കൈനകരി, കാവാലം തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങൾ, അവിടുത്തെ വീടുകൾ, പാടശേഖരങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് ഇപ്പോഴും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ
നിരവധി പേരുണ്ട് എന്നതാണ് ആലപ്പുഴയിൽ നിന്നുള്ള പുതിയ വിവരങ്ങളിലുമുള്ളത്. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഒരു പുതുമയല്ല. അവിടെയുള്ള ജനങ്ങൾ, ജനജീവിതമെല്ലാം ഈ വെള്ളവുമായും വെള്ളക്കെട്ടുമായും ഒക്കെ ബന്ധപ്പെട്ട് തന്നെയാണ് അവിടെ രൂപപ്പെട്ടു വന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ കിഴക്കൻ മേഖലയിൽ നിന്ന ജനത്തെ ഉൾക്കൊള്ളാൻ നദികൾക്കും കായലുകൾക്കും കഴിയാതെ വരുന്നൊരു പ്രശ്നം ഗൗരവതരമായി അവിടെ നാട്ടുകാർ ഉന്നയിക്കുകയാണ്. തോട്ടപ്പള്ളി സ്പിൽവേ വഴി ജലം കടലിലേക്ക് ഒഴുക്കി വിടുന്നതിൻ്റെ തോതും പരിമിതപ്പെട്ടോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡിൻ്റെ പുനർനിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ട് എന്ന ആരോപണം വീണ്ടും ഈ പ്രളയകാലത്ത്, ഈ വെള്ളപ്പൊക്ക കാലത്ത് സജീവമായി ഉന്നയിക്കപ്പെടുകയാണ്. വെള്ളത്തിലായിരുന്നോ? അതെയോ, 2-3 ദിവസമായിട്ട് വെള്ളത്തിലായിരുന്നു. പിടിച്ച് നിൽക്കാൻ നോക്കി, പക്ഷെ രക്ഷയില്ല. വീടിനകത്തും പുറത്തും എല്ലാം വെള്ളമാണ്. എനിക്ക് ഈ ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ട്, നമുക്ക് കാലിന്റെ മുട്ടിന്റെ. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല.